ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ക്യാന എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ക്യാനയാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ആൾക്കാർ ക്യാനയൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3K 4K അല്ലെങ്കിൽ 300, ഇപ്പോൾ 190 പിന്നെ നമുക്ക് 200 ആക്കുന്ന എല്ലാം കഴിഞ്ഞിട്ടുള്ള ഉണ്ടാവില്ലേ, 900 എത്തില്ലേ. അപ്പം അവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ 1K 2K അതൊക്കെ ചെയ്യുക. 1K തന്നെയാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ചെയ്യുക. അപ്പോഴൊക്കെയാണ് നമ്മൾ ക്യാനയൊക്കെ ഇടാറുള്ളത്. ബട്ട് ഞാൻ ക്യാന മുന്നേ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്യാനയൊക്കെ ചെയ്യാൻ. ലോങ് വീഡിയോസ് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ക്യാനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഫുള്ളല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഇത് പകുതിയുണ്ട്. പെട്ടെന്ന് ചെയ്യുന്ന ക്യാനയാണ്, ബിക്കോസ് ഫുള്ള് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഏജ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ, അതിൻ്റെ ഒരു 3-4 പ്രാവശ്യം തന്നെ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. കുറച്ച് മാത്രമേ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ വീഡിയോ ആകാൻ പാടില്ല, കുഞ്ഞു ആകാൻ പാടില്ലാത്ത രീതിയാണ് എനിക്ക് വേണ്ടത്. അപ്പം കുറച്ചൊന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് എന്തായാലും ചെയ്യാം. എൻ്റെ കാരണം എന്നെ ഭയങ്കര മെലിഞ്ഞ ലുക്ക് ഉണ്ടാവും, ബിക്കോസ് ഞാൻ പനിയാണ് എനിക്ക്. അപ്പം അതിനിടയിൽ കൂടെയൊക്കെയാണ് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എനിക്ക് സാറ്റർഡേ ടൂറായിരുന്നു. പിന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇത്ര ദിവസം സ്കൂളിൽ പോയിട്ടില്ല. വലിച്ച് നീട്ടണ്ട, അപ്പോൾ നമുക്ക് അന്നേരം പോകാം. എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്, വലിച്ച് നീട്ടിയിട്ട് ലാസ്റ്റ് സംഭവങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിൽ നമുക്ക് വേറെ തന്നെ ക്യൂനിലേക്ക് കിടക്കാം. ഓക്കെ, വാട്ട്സ് യുവർ നെയിം, അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. അത് ഏതൊരു ക്യൂനിലും ഉണ്ടാവും. വാട്ട്സ് യുവർ നെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൈ നെയിം ഈസ് ഹൃദയ. എൻ്റെ പേര് ഹൃദയ എന്നാണ്. എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, അറിയാമായിരിക്കും. യു ഹാവ് എനി 4 യൂട്യൂബ് ചാനൽസ്. നിങ്ങൾക്ക് കുറേ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. 4 കൂടുതലൊന്നുമില്ല, 3 ഉണ്ട്. ദ ക്ലൗഡി ഡയറീസ്, ഹൃദയ _വ്ലോഗ്, മൈ ലിറ്റിൽ ഹസ്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴെ വേണേൽ മെൻഷൻ ചെയ്തിടാം. വേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അടുത്തത് വാട്ട്സ് യുവർ ഏജ്. 18 മറ്റേ 10 വയസ്സാണ് എനിക്ക്. 10 വയസ്സ്. ഈ ഡിസംബറിൽ എനിക്ക് 11 വയസ്സാവും. അപ്പോൾ നമുക്ക് 11 പറയാം. ഞാൻ ഫസ്റ്റ് 11 പറയണോ 10 പറയണോ എന്നുള്ളത്. അതാണ് 18 തലയ്ക്ക് കുട്ടി. ഓക്കെ, ഫാദേഴ്സ് നെയിം ബിജു. എൻ്റെ അച്ഛൻ്റെ പേര് ബിജു എന്നാണ്. അമ്മയുടെ പേര് ഷോളി. ഇതൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ്, മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. സിബ്ലിങ്സ് ഉണ്ടോ? സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ പേരെന്താണ്? വയസ്സ് എത്രയാണ്? എത്രയിലാണ് പഠിക്കണത്? അതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഐ ഹാവ് സിബ്ലിങ്സ്. സിബ്ലിങ് ഉണ്ട്. ഏട്ടൻ്റെ പേര് ഹൃത്തിക് എന്നാണ്. നോക്കണേ, ഹൃദിയ, ഹൃത്തിക്. പിന്നെ ഏട്ടനിപ്പോൾ 18 വയസ്സായി. ഏട്ടപ്പൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്, MIT കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേഴ്സ് യുവർ ഹോം, വീട് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീട് കോഴിക്കോട്. ശ്രദ്ധിച്ചോ, കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്, ചേളന്നൂർ, കണ്ണങ്കര, ജസ്റ്റ് ആ ഭാഗത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് യു നോ ഹൗസ് ഓഫ് എസ് ആൻഡ് NDC? യെസ്, എനിക്ക് രണ്ട് അറിയാൻ വേണ്ട. NDC ആയിട്ടാണ് ബന്ധം. ബിക്കോസ് ഹൗസ് ഓഫ് എസിന് അറിയില്ല എന്നല്ല, അറിയാം. NDC ഞാൻ പഠിക്കുന്ന ഡാൻസ് ക്ലാസ്സാണ്. അപ്പം എനിക്കതെന്തായാലും അറിയേണ്ട കാര്യമുണ്ടല്ലോ, അറിയുമല്ലോ. പിന്നെ ഹൗസ് ഓഫ് എസ് ജസ്റ്റ് അവിടെ തുടങ്ങിയപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷന് വേണ്ടിയിട്ട്.
അപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ആൻഡ് മെൻഷൻ മൈ നെയിം. ഇയാളുടെ നെയിം ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇതൊക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരാൾ ചോദിച്ചതന്നെയല്ല നെയിം എന്താണ്, അച്ഛൻ്റെ നെയിം ഉണ്ടെന്ന്, അമ്മയുടെ നെയിം വേറെ സിബ്ലിങ്സ്, അങ്ങനെയൊക്കെ ചോദിച്ചത് വേറെ ആൾക്കാരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ലാസ്റ്റ് ഒരു കുട്ടി കമൻറ്റ് ഇട്ടാണ് ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര അവൾ ചോദിച്ചല്ലോ ഡിഡ് യു നോ ഹൗസ് ഓഫ് വേസ്റ്റ്, അതാണ് അവൾ ചോദിച്ചിട്ടുള്ളത്. അവളാണോ അവനാണോ എന്ന് എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. എൻ്റെ നെയിം മെൻഷൻ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അച്ചു എന്നാണ് പേര്. ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. യൂട്യൂബിൽ വന്നിട്ട് എന്താണ് ചേഞ്ച് കിട്ടിയത്? യൂട്യൂബിൽ വന്നിട്ട് വലിയ ചേഞ്ചൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഏർണിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇച്ചിരി കൂടെ മനസ്സിലാക്കാൻ പറ്റി. വ്യൂസ് ഇല്ലാത്തടത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൾക്കാരെ ബോറടിപ്പിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണുമത്. അപ്പം അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് ചേഞ്ചായിട്ട്. പിന്നെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ചേഞ്ച് വന്നതെന്നല്ല. എൻ്റെ യൂട്യൂബ് കാരണം എനിക്ക് ഭയങ്കര അഭിമാനമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ? യെസ്, ഓഫ് കോഴ്സ്. അമ്മയും അച്ഛനും സപ്പോർട്ടാണ്. ബട്ട് ഏട്ടൻ ഇച്ചിരി സപ്പോർട്ടില്ലെന്ന് വെച്ചാൽ ഏട്ടൻ എന്താ പറയാം, നീ കുറച്ച് 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നീ പൊളിഞ്ഞോ, അങ്ങനെയാണല്ലോ ഏട്ടന്മാർ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ബാക്കി എല്ലാവരും സപ്പോർട്ട്. പിന്നെ ഹാപ്പി ഡേ ആൻഡ് സാഡസ്റ്റ് ഡേ. ഈ വർഷത്തെ ഇങ്ങനെ കുറേ വർഷത്തേക്കാണെങ്കിൽ കുറേ പറയണ്ടോ. ബട്ട് ഈ വർഷത്തെ ആണെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഡേ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തുവാ ഉള്ളത്? അങ്ങനെ ഹാപ്പി ജസ്റ്റ് ഡൽഹി പോയതും പിന്നെ ലിയോ വന്നതും അതൊക്കെ ഒരു ഹാപ്പി തന്നെയല്ലേ, ഹാപ്പി ഡേ. പിന്നെ സാഡസ്റ്റ് ഡേ എൻ്റെ അമ്മ മരിച്ചതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സാഡസ്റ്റ് ആയിട്ടുള്ള ഡേ. ബിക്കോസ് എൻ്റെ എല്ലാമായിരുന്നു അമ്മമ്മ. ഇപ്പം പോയപ്പം ഭയങ്കര സങ്കടമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ വർഷം തന്നെ കേട്ടോ അമ്മമ്മ കേൾക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ എവിടെ? ഫാദർ എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അച്ഛൻ മാലദ്വീപിലാണ്. ഞാൻ പറയാം ഫാദർ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് മാലദ്വീപ് പോയതാ. അച്ഛൻ മാലദ്വീപിലാട്ടോ, പക്ഷെ ഇവിടെ അല്ല, മാലദ്വീപ്. ക്ലാസ് 4th-ലാണ്. 4th അറിയുന്ന 18 തന്നെ വരെ വരുന്നത്. അതെങ്ങനെയാ 11 വയസ്സായി ഇങ്ങനെയാണ്. ഇനി 6-ലൊക്കെ അല്ല എത്തണ്ടേ, 6-ലല്ല എത്തണ്ടായിരിക്കും. പക്ഷേ ഞാൻ വെച്ചിട്ട് നേരത്തെയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫേവറേറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ബിക്കോസ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നതല്ല, അവിടെ ഇംഗ്ലീഷ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്. കറണ്ട് പോയതാ. ഹിന്ദി ഉണ്ട്, അങ്ങനെ കുറേ ലാംഗ്വേജസ് നമ്മൾ അവിടെ നിന്ന് പഠിക്കുമല്ലോ. തമിഴൊന്നുമില്ല കേട്ടോ, അങ്ങനെ പഠിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ മുതലേ എനിക്ക് തോന്നുന്നത് 1st സ്റ്റാൻഡേർഡ് വരെ ഞാൻ മലയാളം മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും ഇഷ്ടം ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ബിക്കോസ് ഐ വാണ്ട് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഈസ് വെരി പ്രൗഡ്ലി. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കണമെന്ന് ഇഷ്ടമുണ്ട്. ഞാനിപ്പോൾ എന്ത് സംസാരിക്കുകയാണ്, ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ ഇംഗ്ലീഷ് എനിക്ക് വരും വായയിൽ. ഓക്കെ, അപ്പം ഞാൻ എന്നായിരുന്നു അത് ക്ലൗഡി ഡയറീസിൻ്റെ ആണോ ഏതൊരു ഇതിൽ പറയുന്നു, യു മൈറ്റ് ഹാവ് സീൻ ഇങ്ങനത്തെ ഹസ്കീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലർ വിചാരിക്കും എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ വിചാരിച്ചേക്കാം
അയ്യോ ഇവലെങ്ങനെ യു മൈൻഡ് ഹാവ് സീൻ ഭയങ്കര ഓവറാക്കാണ്. അല്ല, ഞാൻ എൻ്റെ വായിൽ വന്നു തന്നെയാണ് യു മൈൻഡ് ഹാവ് സീൻ എന്നുള്ളത്. ആ ഇതിപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ലാംഗ്വേജ് എടുത്തിട്ട് ഞാൻ അങ്ങ് ഇംഗ്ലീഷിലോട്ട് പത്രാസിലേക്ക് ഞാൻ പോകും. എന്നെക്കൊണ്ട് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് എൻ്റെ കുഴപ്പം. ഞാനിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ഭയങ്കര ഇതാവും. അങ്ങനെ എല്ലാം വീഡിയോ ആയിട്ട് പോവും. അപ്പോൾ അതിനെ കൊണ്ട് എനിക്കത് വേണ്ട. ഓക്കെ, ഹോം ടൂർ ചെയ്യോ? ഹോം ടൂർ ചെയ്തിട്ടുണ്ടല്ല, ഞാൻ കുറേ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. 3-4 ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോം ടൂർ ഇനി ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന് കാണിക്കുക എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ അങ്ങനെ പറയല്ല. ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് തന്നെയാണ് പറയണത്. കുറേ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞാൽ ബോറാവും. അതിനെക്കൊണ്ട് ഞാൻ ഹോം ടൂർ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഹോം ടൂർ കിട്ടും. ഇനി ഇതിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് വ്ളോഗിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ജസ്റ്റ് ചെക്ക് ഔട്ട് ദാറ്റ് പേജ്. അതിനകത്ത് ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്. FA ഇട്ടിട്ടുണ്ട്, MAK ഇട്ടിട്ടുണ്ട്, P ഇട്ടിട്ടുണ്ട്, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നുമില്ല, എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടമാണ്. അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഇഷ്ടം അങ്ങനത്തെ. അങ്ങനെ ഇപ്പോൾ ചിലർ പറയും എനിക്ക് മസ്കാര ഇഷ്ടമാണ്, കോമ്പാക്റ്റ് ഇഷ്ടമാണ്, ബ്ലഷ് ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ട്. എനിക്കെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ബ്ലഷ് എന്ന സംഭവം ഇഷ്ടമാണ്, ലിപ്സ്റ്റിക് ഇഷ്ടമാണ്. ബട്ട് ബ്ലഷിലുള്ള എവിടെ പോയില്ല, അത് ഒന്നാമത്തെ കാര്യം. എല്ലാം ഇഷ്ടമാണ്, ബട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ്. മാത്സ് പഠിക്കാൻ ഭയങ്കര ടഫാണ്, ബട്ട് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്സ് കൺമുന്നിൽ എടുത്തുവെച്ച് കഴിഞ്ഞാൽ അയ്യോ തല അത് പിന്നെ പഠിക്കാം അങ്ങനെ പറയും. ബട്ട് എനിക്ക് മാത്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് കുറേ വരയ്ക്കാനും കുരിക്കാനും എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ മാത്രം ഇഷ്ടമല്ല. ബാക്കിയെല്ലാ സബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഭയങ്കര പഠിപ്പാണ്. ബട്ട് ഈ സബ്ജക്റ്റിനോട് അല്ല എനിക്ക് മാർക്ക് കുറയാറുള്ളൊരു സബ്ജക്റ്റ് മാത്സാണ്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സും മാർക്കില്ലാത്ത സബ്ജക്റ്റ് മാത്സ്. അതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. നമ്മൾ മാത്ത് എന്നല്ല പറയുന്നത്, MATH അല്ലേ, അതെങ്ങനെയാ മാത്സ് ആവുന്നത്? എന്നാൽ മാത്സ് ട്രെൻഡ്സ് മറ്റേ ഹൈലൈറ്റ് മാളിലും ഫോക്കസ് മാളിലും പിന്നെ ലുലുലൊക്കെ ഉള്ള പോലെ. ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനിങ്ങനെ പറഞ്ഞു ഫേവറേറ്റ് ആനിമൽ ഇതിലൊരു കോംപ്രമൈസ് ഇല്ല. ഡോഗിനെ ഇഷ്ടമാണ്, കാറ്റിനെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആനിമൽ ഡോഗും കാറ്റും മാത്രമല്ല ഉള്ളത്. പശുണ്ട്, കാളുണ്ട്, അതൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാത്തിനും ഇഷ്ടമാണ്. പിഗിനെ മാത്രം ഇഷ്ടമില്ല എനിക്ക്. അങ്ങനെ എനിക്ക് സ്നേക്സും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പറയുകയാണെങ്കിൽ എനിക്ക് ഡോഗിനെയും കാറ്റിനെയും ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് ഇൻസെക്റ്റോ ഇഷ്ടപ്പെട്ട ഇൻസെക്റ്റോ അതൊക്കെ എന്താണ് കാര്യമാണ് ചോദിക്കണത്? ഇൻസെക്റ്റ് ഇഷ്ടമല്ലോ. എനിക്ക് ഓരോന്നിനെ കാണുന്നതിന് പേടിയാണ്, അപ്പോഴാണ് ഫേവറേറ്റ് ഇൻസെക്റ്റ്. ഫേവറേറ്റ് മന്ത് ഡിസംബറാണ് ഇഷ്ടം. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേയും ഡിസംബറിലാണ്, ക്രിസ്മസും ഡിസംബറിലാണ്. എനിക്ക് ഭയങ്കര എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആനിവേഴ്സറി ഒക്കെ ഡിസംബറിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിസംബർ ഇസ് മൈ ഫേവറേറ്റ് മന്ത്. എല്ലാവർക്കും അങ്ങനെയായിരിക്കില്ല ഇഷ്ടം ഡിസംബർ. ഞാൻ ഓരോ ഇൻസ്റ്റ സ്റ്റോറിയിലൊക്കെ കാണാം. ആരാധ്യ വിജീഷ് എന്ന് പറഞ്ഞ കുട്ടി കിടന്നത്, കുട്ടിയല്ല ചേച്ചി. ഇൻ വിച്ച് സ്കൂൾ യു സ്റ്റഡി? ഞാൻ MSS പബ്ലിക് സ്കൂളിൽ മേളിക്കടവ്, അവിടെയാണ് ഞാൻ പഠിക്കണത്. ഫേസ് റിവീൽ അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് റിവീൽ എന്താണ് ചെയ്യാനുള്ളത്? ഞാൻ പണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങണപ്പോഴേ ഞാൻ ഫേസ് റിവീലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്.
ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മോനെ? $26 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 26 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് 22 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും 500 600 ഒക്കെ വരാറുണ്ട്. എനിക്ക് 26 വന്നിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാം ഓരോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്സ് ഇന്ന് ചിലപ്പോഴേ വരുള്ളൂ, എനിക്കൊരു മൂഡ് ഉണ്ടാവുള്ളൂ കണ്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് വീഡിയോയ്ക്ക് വരാം. ബൈ.